സംസ്ഥാനത്ത് മസ്തിഷ്ക ജ്വരം ബാധിച്ചുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ജനങ്ങൾ ഇടപഴകുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ കുടിവെള്ള സ്രോതസ്സുകൾ ശുചീകരിക്കുന്നതിന്റെ ഭാഗമായി അടിമാലി താലൂക്ക് ആശുപത്രിയിലെ കിണറും ക്ലോറിനേഷൻ നടത്തി. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ജനങ്ങൾ ഇടപഴകുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കുടിവെള്ള സ്രോതസ്സുകൾ ശുചീകരിക്കുന്നതിന്റെ ഭാഗമായി അടിമാലി താലൂക്ക് ആശുപത്രിയിലെ കിണർ ക്ലോറിനേഷൻ നടത്തി. ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഓഗസ്റ്റ് 30, 31 തീയതികളിലാണ് മുഴുവനും കുടിവെള്ള സ്രോതസ്സുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്ക് ജനങ്ങൾക്ക് നല്ല കുടിവെള്ളം എത്തിക്കുക, രോഗങ്ങൾ തടയുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതി പ്രകാരം നമ്മളത് ഗവൺമെൻറ് നിർദ്ദേശപ്രകാരവും ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് 2 കിണറുകളുണ്ട്, അതോടൊപ്പം തന്നെ CHSയുമായി കിണറുകളുണ്ട്, അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള സ്ഥാപന കിണറുകളുണ്ട്. അതെല്ലാം ശുചീകരിച്ചുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് നല്ല കുടിവെള്ളം എത്തിക്കുക എന്നതോടൊപ്പം രോഗത്തെ തടയുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ പദ്ധതിയുടെ എല്ലാവിധമായ എല്ലാ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും അല്ലാതെ ബ്ലോക്ക് പഞ്ചായത്ത് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളും ഇന്നും നാളെയുമായി നടക്കുന്ന എല്ലാ പദ്ധതിക്കും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഇന്ന് ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിർദ്ദേശാനുസരണവും ആശുപത്രി സൂപ്രണ്ടിന്റെയും ജില്ലാ മെഡിക്കൽ ഓഫീസറിന്റെയും നിർദ്ദേശാനുസരണം അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന് പരിധിയിലുള്ള വിവിധ ജലസ്രോതസ്സുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരികയാണെന്നും താലൂക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ ജോയി MP പറഞ്ഞു. ആഗസ്റ്റ് 30, 31 തീയതികളിൽ മുഴുവൻ കുടിവെള്ള സ്രോതസ്സുകളും ജനങ്ങൾ ഇടപഴകുന്ന കുടിവെള്ള സ്രോതസ്സുകളുമെല്ലാം ശുചീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നിർദ്ദേശപ്രകാരം ആശുപത്രി സൂപ്രണ്ടിൻ്റെ തീരുമാനപ്രകാരം അതോടൊപ്പം തന്നെ സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെയും ജില്ലാ മെഡിക്കൽ ഓഫീസറിൻ്റെയും എല്ലാം നിർദ്ദേശം സർക്കുലർ പ്രകാരമാണ് ഇന്ന് ഈ പദ്ധതി ഇവിടെ ഔദ്യോഗികമായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലെ മുഴുവൻ ജലസ്രോതസ്സുകളിലും കുടിവെള്ളം ശുചീകരിക്കുക എന്ന ലക്ഷ്യം നിർത്തിക്കൊണ്ട് ഇന്ന് ഈ പദ്ധതി ഇവിടെ ഈ പ്രോഗ്രാം ഇന്നിവിടെ ഒരു മാസമായ ക്ലോറിനേഷൻ ആരംഭിച്ചിരിക്കുന്നു. സീനിയർ ഗൈനക്കോളജിസ്റ്റ് സോളി, നഴ്സ് സൂപ്രണ്ട് മിനി, JPHL ശശികല, നഴ്സിംഗ് ഓഫീസർമാരായ മേഴ്സി, സൗമി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി.